കൊച്ചി മെട്രോയുടെ പേര് മാറ്റാനുള്ള KMRL നിർദ്ദേശത്തെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റി UDF നേതൃത്വം. MLA മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ UDF നേതാക്കളും കൊച്ചി എന്ന പ്രാദേശിക വികാരത്തെയാണ് ഈ വിഷയത്തിൽ ഉയർത്തിക്കാണിക്കുന്നത്. വിഷയം വിവാദമാക്കി കമ്പനിയുടെ തലപ്പത്ത് അഴിച്ചുപണി നടത്തുക എന്ന ലക്ഷ്യവും സർക്കാരിനുണ്ട്. പേരുമാറ്റത്തെ അനുകൂലിക്കുന്നവരും KMRL അധികൃതരും കമ്പനിയുടെ വളർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ മറ്റ് നഗരഗതാഗത പദ്ധതികളും ആസൂത്രണം ചെയ്യുന്ന ഏജൻസിയാണ് KMRL എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചി മെട്രോ എന്ന പേര് കമ്പനിയുടെ വിപുലമായ പ്രവർത്തന മേഖലയ്ക്ക് അനുയോജ്യമല്ല എന്നതാണ് അവരുടെ നിലപാട്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃകയും അവർ ചൂണ്ടിക്കാണിക്കുന്നു. നാഗ്പൂർ മെട്രോ മഹാരാഷ്ട്ര മെട്രോ ആയും, ലഖ്നൗ മെട്രോ ഉത്തർപ്രദേശ് മെട്രോ ആയും, അഹമ്മദാബാദ് മെട്രോ ഗുജറാത്ത് മെട്രോ ആയും പുനഃസംഘടിപ്പിച്ച ദേശീയ മാതൃക പിന്തുടർന്നാണ് KMRL നീക്കം. ചുരുക്കത്തിൽ വിശാല കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമാണ് പേരുമാറ്റത്തിന് പിന്നിലെ പ്രചോദനമെന്ന് കാണാം. എന്നാൽ പേരുമാറ്റത്തെ എതിർക്കുന്നവർക്ക് സങ്കുചിതമായ പ്രാദേശിക വികാരമാണെന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൊച്ചിയുടെ അഭിമാനം സംരക്ഷിക്കണമെന്നതാണ് UDF നേതാക്കളുടെ പ്രതികരണങ്ങളുടെ പൊതു സ്വഭാവം. കൊച്ചിയുടെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചി മെട്രോ എന്ന് പേരുമാറ്റാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു TJ വിനോദ് MLAയുടെ പ്രതികരണം. കൊച്ചി നഗരത്തിൻ്റെ ചരിത്രത്തെയും ജനങ്ങളുടെ വൈകാരിക ബന്ധത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ് പേരുമാറ്റമെന്നാണ് കോൺഗ്രസ് MLAയുടെ വാദം. ചരിത്രബോധമില്ലാത്ത തീരുമാനം അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ഹൈബി ഈഡൻ MPയുടെ പ്രസ്താവന. പേരുമാറ്റ നീക്കത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ്റെ പ്രതികരണം. പേരുമാറ്റം സർക്കാർ അറിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ പരിഗണനയിൽ ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാനെന്തിനാണ് പ്രതികരിക്കുന്നത്? അവരാലോചിച്ചാൽ പോരല്ലോ, സർക്കാർ ആലോചിക്കണ്ടേ. KMRL MD ലോക്നാഥ് ബെഹ്റയെ പരോക്ഷമായി വിമർശിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ എല്ലാം പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. കേവലം പേരുമാറ്റം മാത്രമല്ല വിഷയമെന്നും KMRL അധികാര കൈമാറ്റം സർക്കാർ ലക്ഷ്യമിടുന്നുവെന്നും സൂചനയുണ്ട്. KMRL മുന്നോട്ട് വച്ച കേവലമായൊരു നിർദ്ദേശത്തെ വിവാദമാക്കി വളർത്തിയതിനു പിന്നിൽ മറ്റു താൽപ്പര്യങ്ങളുമുണ്ടെന്ന് വ്യക്തം. കൈരളി ന്യൂസ്, കൊച്ചി.